പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവും വിസ്തീർണവും കാണുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. സർക്കംഫറൻസ് ആൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ. ഇതൊരു സർക്കിൾ, ഒരു വൃത്തം. ഇതിൻ്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ സെൻട്രൽ നിന്ന് അതിൻ്റെ ഉപരിതലത്തിലുള്ള ഏതൊരു ബിന്ദുവിലേക്കുള്ള ദൂരവും അതിൻ്റെ റേഡിയസാണ്. അതായത് ഒരു വൃത്തകേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ ഉപരിതലത്തിലെ ഏതൊരു ബിന്ദുവിലേക്കും ഉള്ള അകലം തുല്യമായിരിക്കും. അതിനെയാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഈ റേഡിയസിൻ്റെ ഇരട്ടിയാണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, അഥവാ വ്യാസം എന്ന് പറയുന്നത്. അത് സ്മോൾ ഡി എന്ന അക്ഷരം കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അതായത് ഡി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? റേഡിയസിൻ്റെ ഇരട്ടിയായിരിക്കും, 2r ആയിരിക്കും. നമുക്ക് ഈ റേഡിയസോ അതല്ലെങ്കിൽ ഡയമീറ്ററോ തന്നാൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് വളരെ വേഗത്തിൽ കാണാനുള്ള ഒരു ഇക്വേഷൻ പഠിക്കാം. ചുറ്റളവ് കാണാനുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് ഇംഗ്ലീഷിൽ. വൃത്തത്തിൻ്റെ ചുറ്റളവിന് മാത്രമാണ് സർക്കംഫറൻസ് എന്ന് പറയാം. മറ്റു ഷേപ്പുകളാണെങ്കിൽ അവയ്ക്ക് പെരിമീറ്റർ എന്നാണ് പറയുക. വൃത്തത്തിൻ്റെതിന് സർക്കംഫറൻസ് എന്നും പറയും. വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ ആറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ 2πr ആണ്. ആർ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? 2πr എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതേ സ്ഥാനത്ത് നമുക്ക് ഡി നേർക്ക് തന്നിട്ടുണ്ടെന്ന് എഴുതാം. ഡി തരികയാണെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് πd. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് കിട്ടും. രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഈ ഡി എന്നത് പറയുന്നത് 2r ആണ്. 2r അതിന് പകരം ഡി ഇവിടെ ഉപയോഗിച്ചു എന്ന് മാത്രം, πd. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു വൃത്തത്തിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. റേഡിയസ് ആർ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? എന്ത് ചെയ്യാം? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2πr ആണ് അല്ലേ? ഈക്വൽസ് 2 ഇൻറ്റു പൈ എന്നതിൻ്റെ വാല്യൂ 3.14 ആണ്. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. അപ്പോൾ 2 ഇൻറ്റു 3.14 ഇൻറ്റു ആർ, റേഡിയസ് എത്രയാണ്? 5, ഈക്വൽസ് 2 ഇൻറ്റു 5 10 ആണല്ലേ? 10 ഇൻറ്റു 3.14 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ഒരു 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഒരു പോയിൻ്റ് ഒരു സ്ഥാനം കൂടെ മാറിയിട്ട് വലതുവശത്തേക്ക് നീങ്ങും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വരും? 31.4 എന്ന് കിട്ടും. 31.4 ആണ് അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അത്രയും സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഡയമീറ്റർ നേർക്കുനേരെ തരികയാണെന്ന് കരുതുക. വൃത്തത്തിൻ്റെ ഡയമീറ്റർ ഒരു 8 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് കാണാൻ ഉള്ള ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? πd എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി അല്ലേ? πd. അപ്പോൾ എന്തുവരും? 3.14 ഇൻറ്റു ഡി എത്രയാണ്? 8. അപ്പോൾ 25.12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു അതിൻ്റെ ചുറ്റളവ്. ഇനി നമുക്ക് വൃത്തത്തിൻ്റെ വിസ്തീർണം അഥവാ ഏരിയ എങ്ങനെ കാണാമെന്ന് കൂടി നോക്കാം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ അഥവാ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ റേഡിയസ് ആണ് തരുന്നതെങ്കിൽ πr² ആണ്. πr². ഇനി റേഡിയസ് ഒരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? πr². റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പൈ ഇൻറ്റു 3.14 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പം 3.14 ഇൻറ്റു 25 എന്ന് കിട്ടും. 78.5 എന്ന് കിട്ടുന്നു. 78.5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും ആ സർക്കിളിൻ്റെ ഏരിയ. ഡയമീറ്റർ തരികയാണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. നമുക്ക് ഡയമീറ്റർ തന്നാൽ റേഡിയസ് കണ്ടതിന് ശേഷം ഏരിയ കണ്ടാൽ മതി. ഏരിയയും സർക്കംഫറൻസും ഒക്കെ റേഡിയസ് കണ്ടതിന് ശേഷം നമുക്ക് ചെയ്താലും മതി. എങ്ങനെയാണ് റേഡിയസ് കാണാം? ഡയമീറ്ററിൻ്റെ നേർപാതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയമീറ്റർ നേർക്ക് നേരെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷനാണ്
പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. എന്താണ്? പൈ ഡി സ്ക്വയർ ബൈ 4. ഈ ഇക്വേഷൻ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം. ഈക്വൽസ് പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ഡി, ഡയമീറ്റർ എത്രയാണ്? 20 സ്ക്വയർ ബൈ 4 ഈക്വൽസ് 3.14 ഇൻറ്റു 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 20 എന്നാണ് അല്ലേ, ബൈ 4. ഓക്കെ, ഈ 4ഉം 20ഓടെ വിട്ടാം. എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. 4 20. ഇനി 5 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 3.14 ഇൻറ്റു 100 എത്രയാണ്? 314 എന്ന് കിട്ടുന്നു. എങ്ങനെയാണ് 3.14നെ 100 കൊണ്ട് ഗുണിച്ചാൽ 314 ആകുന്നത്? ഈ ഒരു ദശാംശ സ്ഥാനം 2 സ്ഥാനം കൂടെ ഇങ്ങോട്ട് വലത് ഭാഗത്തേക്ക് നീങ്ങുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 314 എന്ന് കിട്ടുന്നു. അത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.